ഞാൻ സിനിമയിൽ മഞ്ജു ചേച്ചിനെ കാണുന്നതിന് മുമ്പ് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു ചേച്ചി 10ാം തീയതി ബർത്ത്ഡേ, എൻ്റെ 19-നാണ് ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. കാണുന്നത് വളരെ അപൂർവം. ഇപ്പോൾ എന്താ പറയുക, ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ, കുറവാണ്. പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചി. മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട്? ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നോട്ടെ. അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ഒരു സ്വകാര്യത എന്നുള്ളത്, രണ്ടുപേരുടെയും, എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. ബാലതാരമായിട്ട് സിനിമയിൽ വന്ന ഒരു നടിയാണ് കാവ്യ മാധവൻ. പണ്ടൊക്കെ കാവ്യ മാധവൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുന്നത്, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാലതാരമായിട്ട് വന്ന ആ ഒരു ടൈം മുതലും ഒരു ഇടക്കാലം വരെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പോഴും പ്രിയപ്പെട്ടതല്ല എന്നല്ല പറയുന്നത്, എന്നാലും ഒരു സംഭവം നമുക്കറിയാലോ എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത്. ആ ഒരു സമയം വരെയും കാവ്യ മാധവനെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് ഒരു നടി നായികയായിട്ട് വരുന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു ഈ ഒരു താരം. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. മലയാള സിനിമയിലെ മുഖശ്രീയായിട്ടായിരുന്നു കാവ്യ മാധവനെ അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഒട്ടുമിക്ക മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഈ കാവ്യ മാധവൻ. ദിലീപുമായിട്ടുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നടി. ഇപ്പോ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ സജീവമാണ്. തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായിട്ട് കാവ്യ തന്നെയാണ് എത്താറുള്ളത്. ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാവാറുമുണ്ട്. സിനിമയിൽ സജീവമായിരുന്ന കാലത്തെ കാവ്യയുടെ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തനിക്ക് ആദ്യം ക്രഷ് ഉണ്ടായിരുന്ന നടനെ കുറിച്ച് കാവ്യ സംസാരിക്കുകയാണ്. അത് കുഞ്ചാക്കോ ബോബൻ ആണെന്നാണ് നടി സമ്മതിക്കുകയും ചെയ്തു. തന്റെ ആദ്യത്തെ ക്രഷ് കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു എന്നാണ് കാവ്യ മാധവൻ പറയുന്നത്. അന്ന് കൂടെ പഠിച്ച കൂട്ടുകാരികളും ചാക്കോച്ചന്റെ ആരാധികമാരായിരുന്നു. അഭിനയിക്കുകയാണെങ്കിൽ ചാക്കോച്ചന്റെ കൂടെ മതി, നിന്റെ നോട്ട്സ് ഒക്കെ ഞങ്ങൾ എഴുതി തരാമെന്ന് പറഞ്ഞ കൂട്ടുകാരികളുണ്ട് എന്നാണ് കാവ്യ പറയുന്നത്. ഇതിനിടെ കാവ്യയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് കുഞ്ചാക്കോ ബോബനും എത്തിയിരുന്നു. ഒരു വീഡിയോയിലൂടെയാണ് കാവ്യയുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റി നടൻ സംസാരിച്ചതും. സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം ദോസ്ത് എങ്ങനെ 2 സിനിമകളിലാണ് കാവ്യ മാധവനും കുഞ്ചാക്കോ ബോബനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. സിനിമയുടെ എണ്ണത്തിൽ കാര്യമില്ല എന്ന് തെളിയിക്കുന്നത് പോലെയായിരുന്നു ഞാനും കാവ്യയും തമ്മിലുള്ള സൗഹൃദം എന്നാണ് കുഞ്ചാക്കോ പറഞ്ഞിരുന്നത്. ഇതിനേക്കാൾ ഉപരി കാവ്യയും എന്റെ ഭാര്യയും തമ്മിൽ വലിയ സൗഹൃദമുണ്ടെന്നും പിന്നെ തുടക്ക സമയത്ത് കാവ്യ എന്റെ വലിയൊരു ആരാധികയായിരുന്നെന്ന് പറഞ്ഞ് പലരും തന്നെ കളിയാക്കുന്നതായിട്ട് കാവ്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കളാണ്. അന്നൊക്കെ എനിക്ക് വേറെ പ്രണയിനിയുണ്ട്, പ്രണയിനിയുടെ പേര് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കാവ്യയെ വട്ടുപിടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് എന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്യും. ഇതോടെ കാവ്യ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് ഭാര്യ പ്രിയ ചോദിക്കുമായിരുന്നു. ഇപ്പോഴവർ രണ്ടുപേരും നല്ല കൂട്ടുകാരികളായി. അവർ തമ്മിൽ 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ സുഹൃത്ത് ബന്ധം ഞങ്ങൾക്കിടയിൽ ഇന്നുമുണ്ട്. അടുത്തിടെ കാവ്യയുടെ ഈ ഒരു ഇഷ്ടത്തെക്കുറിച്ച് സംവിധായകൻ ലാൽ ജോസും പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു. കുഞ്ചാക്കോ ബോബൻ വന്ന ശേഷം ദിലീപിന്റെ പ്രഭ മങ്ങിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതുവരെ കുഞ്ചാക്കോ ബോബന്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നതും ദിലീപായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ ദിലീപ് സെറ്റിൽ വെച്ച് കാവ്യ മാധവനോട് ചോദിച്ചു, നിനക്ക് സെറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള നായകൻ ആരാണെന്ന്. ആദ്യം മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയും, അത് കഴിഞ്ഞ് ദിലീപിന്റെ പേര് പറയും എന്നൊക്കെ ധരിച്ചിട്ടാണ് കാവ്യയുടെ ഈ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷെ കാവ്യ വളരെ നിഷ്കളങ്കമായി കുഞ്ചാക്കോ ബോബൻ ആണെന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ കുഞ്ചാക്കോ ബോബൻ ആണെന്ന് കാവ്യ പറഞ്ഞ ശേഷം ഞങ്ങൾ അത് പറഞ്ഞ് ദിലീപിനെ കളിയാക്കുമായിരുന്നു എന്നാണ് സെറ്റിലെ ആ ഒരു പഴയ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് ലാൽ ജോസ് പറഞ്ഞത്. ദിലീപും കുഞ്ചാക്കോ ബോബനും കാവ്യ മാധവനും ഒരുമിച്ച് ഒരു കാലത്ത് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവയിൽ മിക്കതും ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ളവയാണ്. 2 യുവതാരങ്ങളും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിനായി അന്നത്തെ ചില സംവിധായകർ ശ്രമിച്ചിരുന്നു. പല ശ്രമങ്ങളും പാളിയതിനു ശേഷമാണ് ദോസ്തിലൂടെ തുളസീദാസാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത്.
ദോസിലെ കുഞ്ചാക്കോ ബോബനെയും ദിലീപിനെയും അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംവിധായകൻ തുളസിദാസ് നേരത്തെ ഒരു ഇന്റർവ്യൂവിലൂടെ വ്യക്തമാക്കിയിരുന്നു. ദിലീപുമായി സഹകരിക്കാൻ കഴിയാത്തത് കാരണം ദോസ്തിന് മുൻപ് 2 സിനിമകൾ കുഞ്ചാക്കോ ബോബൻ ഒഴിവാക്കിയതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വേഷങ്ങളായിരുന്നു ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദിലീപിനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള മലയാള സിനിമയിലെ എക്കാലത്തെയും ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചാക്കോ ബോബൻ. ദിലീപ് 1992-ലും കുഞ്ചാക്കോ ബോബൻ 97-ലുമാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. നായകനായുള്ള ആദ്യത്തെ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കിയ മലയാളത്തിലെ അപൂർവ താരങ്ങളിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. അക്കാലത്ത് വലിയൊരു ആരാധക വൃന്ദം തന്നെ ഈ ഒരു നടനുണ്ടായിരുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത അനീതി പ്രാവ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ ചാക്കോച്ചൻ പിന്നീട് റൊമാന്റിക് ഹീറോയായും കരുത്തുറ്റ നായകനായും പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിജയങ്ങൾ മാത്രമായിരുന്നില്ല ചാക്കോച്ചന്റെ കരിയറിൽ ഉണ്ടായിരുന്നത്. പരാജയത്തിന്റെ കയ്പും താരം നുകർന്നിട്ടുണ്ട്. എന്നാൽ കരിയറിലെ പരാജയം ഒരിക്കൽ പോലും ചാക്കോച്ചൻ ആരാധകരെ ബാധിച്ചിരുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലും താരത്തിനോടൊപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രേക്ഷകരുടെ മുന്നിൽ സന്തോഷത്തോടെ പ്രത്യക്ഷപ്പെടുന്ന കുഞ്ചാക്കോ ബോബനെയാണ് പ്രേക്ഷകർ അധികവും കണ്ടിട്ടുള്ളത്. കാവ്യക്കൊപ്പമുള്ള ചില അനുഭവങ്ങളും കുഞ്ചാക്കോ ബോബൻ പങ്കുവച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് അമേരിക്കയിൽ പോയപ്പോഴുള്ള ഒരു കാര്യമാണ് താരം പറഞ്ഞത്. അന്ന് എല്ലാവരും കാവ്യയെക്കുറിച്ച് ഓരോ കഥകൾ ഇറക്കി അവരെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഒരു കഥ താനും പറയാമെന്ന് ചാക്കോച്ചനും പറഞ്ഞു. പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് പോയ ഞങ്ങൾ വിസ പുതുക്കാനോ മറ്റോ എംബസിയുടെ ഓഫീസിലേക്ക് പോയി. അവിടെയുള്ള ഉദ്യോഗസ്ഥൻ കാവ്യയുടെ ഫസ്റ്റ് നെയിം എന്താണെന്ന് ചോദിച്ചു. കാവ്യ എന്ന് നടി പറഞ്ഞു. അടുത്തതായി മാധവൻ സർനെയിം അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അയ്യോ, മാധവൻ എന്റെ അച്ഛന്റെ പേരാണ്, സാറിന്റെ പേര് വേറെയാണെന്ന് കാവ്യ പറഞ്ഞതായിട്ടാണ് കഥകൾ. അതായത് സർനെയിം എന്ന് പറഞ്ഞത് സാറിന്റെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇതുപോലെ കാവ്യയെ കളിയാക്കാനായി നിരവധി കഥകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട് എന്നാണ് ചാക്കോച്ചൻ വ്യക്തമാക്കുന്നത്. തെങ്കാശി പട്ടണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരം കഥകൾ കൂട്ടിയിണക്കി ഒരു പുസ്തകം തന്നെ ഇറക്കിയാലോ എന്ന ആലോചന ഉണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളാണ് തന്റെ പേരിൽ വന്നത് എന്നാണ് കാവ്യ വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക. എന്നാൽ താരത്തിന്റെ മേക്ക് ഓവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണ് എന്നാണ് ആരാധകർ പറയുന്നത്. സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ, ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത്. എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു. കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം, ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷനിൽ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യം വന്നിരുന്നു. എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത്. അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല. ദയവ് ചെയ്ത് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരൂ എന്നാണ് ആരാധകർ കാവ്യയോട് ഇപ്പോഴും പറയുന്നത്. അത് അവരുടെ ഫാൻസുകാരായിരിക്കാം. ചിലർ അങ്ങനെയല്ല, മറിച്ചു പറയുന്നവരുമുണ്ട്. അടുത്തിടെയും കാവ്യയുടെ ഒരു അഭിമുഖം ഫാൻസ് പേജുകളിൽ ഉൾപ്പെടെ വൈറലായിരുന്നു. പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട്. പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നില്ല എന്ന ചോദ്യത്തിന് കാവ്യ പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധ നേടിയത്. കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട്. തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം. അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ. ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറി എന്നാണ് കാവ്യ പറയുന്നത്. ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. എന്റെ അടുത്ത് വരുന്നത് ജെനുവിൻ ആയിട്ടുള്ള ആളായിരിക്കണം. എടുത്ത് പറയുന്നതും ജെനുവിൻ ആയിട്ടുള്ള കാര്യവുമായിരിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം, ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കും. എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം. വിശ്വാസം അതല്ലേ എല്ലാം. ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ്. അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ. എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അനുഭവം കിട്ടി മാറിയതാണ്, അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല. ഞാൻ 5 വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ? 4 വയസ്സ് വരെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ. 5 വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം. എന്നെ ആരും ദുരുപയോഗം ചെയ്തിട്ടില്ല. ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ പറ്റിക്കാൻ വരുന്നവരുടെ ഒരു ടൈം പാസിന് എന്നെ പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും. ഞാൻ അതിനെ എന്തെങ്കിലും മണ്ടത്തരം പറയുക, അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി, നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള പറ്റുകൾ മാത്രമേ എന്റെ അടുത്തുണ്ടായിട്ടുള്ളൂ എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞിരുന്നത്.